മാതൃഭൂമി യാത്രയുടെ ഹിമാചൽ പ്രദേശിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ജമ്മുകശ്മീരിൽ നിന്ന് ഹിമാചൽ പ്രദേശിലേക്കുള്ള പ്രവേശന കവാടമായ ജിസ്പ എന്ന ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയാണിത്. സുഖവാസ കേന്ദ്രങ്ങളായ കുളുവും മണാലിയും കണ്ടുകഴിഞ്ഞു. ചെനാബും ചന്ദ്രഭാഗയും പാർബതിയും ബിയാസും പോലുള്ള നദികൾ പലതവണ മുറിച്ചു കടന്നിരിക്കുന്നു. റോറിച്ച് മ്യൂസിയം പോലുള്ള കലാകേദാരങ്ങളും സന്ദർശിച്ചു. മലാനയും കസോളും പോലെ പുറം ലോകത്തു നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന അപൂർവതകളേറെയുള്ള നാടുകളെയും മനസ്സിലാക്കി കഴിഞ്ഞു. സോലാങ് വാലിയിലെയും ബിർബില്ലിങ്ങിലെയും പാരാഗ്ലൈഡിങ്ങുകളുടെ സാഹസികത എന്താണെന്നും അറിയാനായി ഈ യാത്രയിൽ. ഇന്ത്യയ്ക്കുള്ളിലെ ടിബറ്റായി മാറുന്ന എത്രയെത്ര സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, ബുദ്ധവിഹാരങ്ങൾ, മഞ്ഞു നിറഞ്ഞതും അല്ലാത്തതുമായ പർവ്വത ശിഖരങ്ങൾ, തുരങ്കങ്ങൾ, അണക്കെട്ടുകൾ. മഞ്ഞിൽ ജന്മം കൊണ്ട സ്വർഗഭൂമിയായ ഹിമാചൽ പ്രദേശിലെ കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ തുടരുകയാണ്. ടിബറ്റൻ സംസ്കാരത്തിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോർബുലിംഗയിലേക്കാണ് ഇനി യാത്ര. ധർമ്മശാലയുടെ പ്രാന്തപ്രദേശമായ സിദ്ധ്പൂരിലാണ് നോർബുലിംഗ. മക്ലോഡ്ഗഞ്ചിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരമുണ്ട് നോർബുലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. ധർമ്മശാലയിലെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടം. ടിബറ്റൻ കലകളെയും സംസ്കാരത്തെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ദലൈലാമ സ്ഥാപിച്ചതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും അതോടനുബന്ധിച്ചുള്ള ബുദ്ധവിഹാരവും മറ്റും. ടിക്കറ്റ് എടുത്തു വേണം അകത്തേക്ക് കയറാൻ. നോർബുലിംഗയിലേക്ക് കാലെടുത്ത് കുത്തുന്ന നിമിഷം നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. ജാപ്പനീസ് രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന പൂന്തോട്ടങ്ങളും അവയിലൂടെ കളകളാരവത്തോടെ ഒഴുകുന്ന നീർച്ചോലകളും മരശിഖരങ്ങളുമെല്ലാം ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങളുടെ വാസസ്ഥാനം കൂടിയാണ്. പഴയ ടിബറ്റിലേക്കെത്തിയ പ്രതീതി ഇവിടുത്തെ പ്രകൃതിയും വാസ്തുശില്പങ്ങളും സമ്മാനിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. സഞ്ചാരികൾക്ക് ടിബറ്റൻ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിച്ചു നോക്കാനായി ഒരു റെസ്റ്റോറന്റ് പ്രവേശന കവാടത്തിനടുത്തായി സജ്ജീകരിച്ചിരിക്കുന്നു. ജുവൽ പാർക്ക് എന്നാണ് ടിബറ്റൻ ഭാഷയിൽ നോർബുലിംഗ എന്ന വാക്കിന്റെ അർത്ഥം. 1990-ലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ താമസിക്കുന്ന ടിബറ്റുകാർക്ക് തൊഴിലും പരിശീലനവും നൽകുകയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന ലക്ഷ്യം. ഹിമാചലിലെത്തുന്ന മറ്റ് ദേശക്കാർക്ക് ടിബറ്റൻ സംസ്കാരത്തെപ്പറ്റിയും ജീവിത രീതിയെപ്പറ്റിയും മനസ്സിലാക്കാൻ ഉതകുന്ന വിഭവങ്ങളെല്ലാം ഇവിടെയുണ്ട്. ബുദ്ധിസത്തിൽ അനുകമ്പയുടെ മൂർത്തിമത് ഭാവമായി അറിയപ്പെടുന്ന 1000 കരങ്ങളുള്ള അവലോകിതേശ്വരന്റെ രൂപവുമായി ബന്ധപ്പെട്ട അനുപാതങ്ങളിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടിസ്ഥാന രൂപകൽപ്പന. ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ പലയിടത്തായി ബുദ്ധിസത്തിന്റെ പ്രതിരൂപങ്ങൾ കാണാം. വിവിധ വർണ്ണങ്ങളിലുള്ളതും ബുദ്ധസൂക്തങ്ങൾ ആലേഖനം ചെയ്തതുമായ തോരണങ്ങൾ. മറ്റൊരിടത്ത് കല്ലുകൾ അടുക്കി നിർമ്മിച്ച പ്രാചീനത സ്ഫുരിച്ചു നിൽക്കുന്ന ഒരു ചെറു ബുദ്ധക്ഷേത്രം. അതിനു ചുറ്റും പ്രാർത്ഥനാ ചക്രം കറക്കി പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ. നിറം പിടിപ്പിച്ച കല്ലുകളിലും ബുദ്ധസൂക്തങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. അകത്തെ ഒരു മന്ദിരത്തിന് സമീപത്തെ കുളത്തിൽ മത്സ്യങ്ങളെ വളർത്തുന്നു. ടിബറ്റൻ സംസ്കാരത്തെപ്പറ്റി ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന 27 ടിബറ്റൻ കലാകാരന്മാർക്കും പണ്ഡിതർക്കും ഓരോ വർഷവും നോർബുലിംഗ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. ഭാവിയിലേക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ടിബറ്റൻ സംസ്കാരത്തിന്റെ സമഗ്രമായ ഒരു സർവ്വവിജ്ഞാനകോശത്തിന്റെ പണിപ്പുരയിലാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇവിടം. 14ാമത് ദലൈലാമയുടെ ഔദ്യോഗിക ജീവിതം തയ്യാറാക്കുന്ന സംഘത്തിന്റെ ആസ്ഥാനവും ഇവിടമാണ്. 400-ലധികം പേർ ഇപ്പോൾ നോർബുലിംഗയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിടങ്ങളിലെല്ലാം ടിബറ്റൻ പാരമ്പര്യമനുസരിച്ചുള്ള ചിത്രപ്പണികൾ കാണാം. അസംസ്കൃത വസ്തുക്കൾ മുതൽ പൂർത്തിയാകുന്നതുവരെയുള്ള യാത്രയിൽ പരിപാലനത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നേർക്കാഴ്ചയാണ് നോർബുലിംഗയിലെ ഓരോ സാധനങ്ങളും.
കണ്ടാൽ തീരാത്തത്ര കാഴ്ചകളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. അവയുടെ മുന്നിൽ കരിങ്കല്ലു പാകിയ മുറ്റത്തുകൂടി പടികൾ കയറി വിഹാരത്തിലേക്ക്. ടിബറ്റൻ ആധ്യാത്മിക വാസ്തുശില്പത്തിന്റെ ഉത്തമ നിദാനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദെദാൻ സുക്ലഖാങ് ക്ഷേത്രം. ചെറുതും വലുതുമായ വൃക്ഷങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്ന പരിസരത്താണ് ഈ ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത്. വിഹാരത്തിന്റെ പുറത്തുനിന്നുള്ള കാഴ്ച തന്നെ അതിമനോഹരമാണ്. വിഹാരത്തിനു വെളിയിൽ പതിവ് പോലെ ധാരാളം പ്രാർത്ഥനാചക്രങ്ങൾ കാണാം. വിഹാരത്തിന്റെ പ്രധാന കവാടത്തിൽ തന്നെ സൂക്ഷ്മമായ ടിബറ്റൻ ചിത്രകലയുടെ പ്രതിരൂപങ്ങൾ പതിച്ചുവച്ചിരിക്കുന്നു. പതിനാലടി ഉയരത്തിലുള്ള ബുദ്ധ ശാക്യമുനിയുടെ പ്രതിമയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. കൈകൊണ്ടുണ്ടാക്കിയ ചെമ്പു തകിടുകൾ ഉപയോഗിച്ചാണ് നോർബുലിംഗ കലാകാരന്മാർ ഇതുണ്ടാക്കിയത്. ടിബറ്റിനു വെളിയിൽ ഇത്രയും വലിയ ബുദ്ധപ്രതിമകൾ വേറെയില്ല. ഈ ബുദ്ധനെയും 16 അർഹത്തുകളെയും സ്ഥാപിക്കാനായി 1 ഡസനിലേറെ കലാകാരന്മാരുടെ അനേക നാളുകൾ നീണ്ട പരിശ്രമം വേണ്ടിവന്നു. നോർബുലിംഗ കലാകാരന്മാർ പണിതീർത്ത ശില്പങ്ങളും മറ്റുമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സമീപത്തെ ചുമരുകളിൽ ബുദ്ധനുമായും 14ാമത് ദലൈലാമയുമായും മറ്റ് പ്രമുഖ ബുദ്ധമത പണ്ഡിതരുമായും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവയും നോർബുലിംഗയിലെ കലാകാരന്മാരുടെ കരവിരുത് തന്നെ. പ്രതിമാ നിർമ്മാണവും താങ്കാ ചിത്രകലയും മുതൽ അലങ്കാര വേലകൾ വരെ ടിബറ്റിനു മാത്രം അവകാശപ്പെടാനാവുന്ന ബുദ്ധിസ്റ്റ് കലാരൂപങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നാണ് ഇവിടം. ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഓരോന്നിനും വിഷയത്തിലും സംസ്കരണത്തിലും ഉപയോഗിച്ച സാധനങ്ങളുടെ കാര്യത്തിലുമെല്ലാം ഓരോരോ കഥകൾ പറയാനുണ്ട്. ദലൈലാമയ്ക്കായി ഇവിടെ പ്രത്യേക ഇരിപ്പിടമുണ്ട്. പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം എത്തുമ്പോൾ ഇരിക്കുന്ന ഈ ഇരിപ്പിടം മഞ്ഞ പട്ടുതുണി കൊണ്ട് മൂടിയിരിക്കുന്നു. കാഴ്ചകൾക്കും ധ്യാനത്തിനും പിന്നെ അലൗകികമായ വിശ്രാന്തിക്കും ഏറെ അനുയോജ്യമാണ് സമാനതകളില്ലാത്ത ഈ ബുദ്ധവിഹാരം. വിഹാരത്തോട് ചേർന്നായി ഒരു പാവ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നു. ടിക്കറ്റ് എടുത്തു വേണം ഇതിനുള്ളിലേക്കും പ്രവേശിക്കാൻ. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പാവകളുണ്ടിവിടെ. വിവിധ കഥകൾക്കനുസരിച്ച് പ്രത്യേക വിഭാഗങ്ങളായി മ്യൂസിയത്തെ തിരിച്ചിരിക്കുന്നു. ലോസലിംഗ് വിഹാരത്തിൽ നിന്നുള്ള ഒരു സംഘം കലാകാരന്മാരായ ബുദ്ധ ഭിക്ഷുക്കളാണ് ഈ മ്യൂസിയം സൃഷ്ടിച്ചെടുത്തത്. ടിബറ്റിലെ വ്യത്യസ്ത പ്രവിശ്യകളിൽ നിന്നുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച പാവകളാണ് ലോസൽ ഡോൾ മ്യൂസിയത്തിലെ പ്രധാന കാഴ്ച. അതിസൂക്ഷ്മമായ പഠനങ്ങൾക്ക് ശേഷം തയ്യാറാക്കിയവയാണ് ഇവ. യഥാർത്ഥ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ വസ്ത്രങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ടിബറ്റൻ പീഠഭൂമിയിലെ ജീവിത രീതികളുടെ സമ്പന്നതയും വൈവിധ്യവും ഈ മ്യൂസിയത്തിൽ കാണാനാകും. പരമ്പരാഗത വാദ്യോപകരണങ്ങൾ പരിചയപ്പെടുത്തുന്ന വിഭാഗവും മ്യൂസിയത്തിലുണ്ട്. ഏറെ അടുക്കോടും ചിട്ടയോടെയുമാണ് മ്യൂസിയം സജ്ജീകരിച്ചിട്ടുള്ളത്. ഓരോന്നിനും സമീപത്ത് അതേപറ്റിയുള്ള ലഘുവിവരണവുമുണ്ട്. ധർമ്മശാലയിൽ നിന്ന് ഇനി യാത്ര
ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാന നഗരമായ ഷിംലയിലേക്കാണ്. വളരെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ ഷിംല മലകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു.